ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ കുറേ ക്ലാസ്സുകളായി കുറേ യൂട്യൂബ് വീഡിയോയിൽ ഫിസിക്സ് കെമിസ്ട്രി അല്ലെങ്കിൽ സയൻസ് മാത്സ് മാത്രമാണ് കണ്ടത്. ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇംഗ്ലീഷ് കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. സോ ഇതെന്താണ്, ലേൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പുതിയൊരു സീരീസാണ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം, നമ്മളുടെ എക്സാമിന് ചോദിക്കുന്ന ഗ്രാമർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റോടെ എന്ത് ചെയ്യാണ്, പഠിക്കാനായിട്ട് പോവുകയാണ്. സോ ഇന്നത്തെ ആദ്യത്തെ സെക്ഷൻ ഏതാ, എഡിറ്റിംഗ്. നമുക്കിപ്പോൾ ഓൺ എക്സാം ഒക്കെ കഴിഞ്ഞതാ. ഈ ഓൺ എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് മക്കൾ എന്ത് ചെയ്തു, കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ചെയ്തു. കുറച്ച് പേർക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവും, തെറ്റ് പറ്റിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു എഡിറ്റിംഗ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ ഓണോ എക്സാമിന് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, അപ്പു ഫോളോഡ് ഹെർ sister out to watch the cow being milked. As soon as he stepped into the outer courtyard, Durga landed him and smart bow on his back. ഇവിടെ കുറേ മിസ്റ്റേക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് എന്ത് തന്നിട്ടുണ്ട്, തെറ്റ് എവിടെയാണ് എന്നുള്ളത് കൂടെ തന്നിട്ടുണ്ട്. നമ്മളുടെ ഫസ്റ്റത്തെ ഇവിടെ ഒരു തെറ്റുണ്ട്, അതിനുശേഷം ഇവിടെയുണ്ട്, പിന്നെ ദുർഗയുടെ അവിടെയുണ്ട്, അതേപോലെ തന്നെ ഡി. ഇങ്ങനെ 4 തെറ്റുകൾ തന്നിട്ടുണ്ട്. ഇതിലേതായിരിക്കും തെറ്റ് ഒന്ന് നോക്കിയേ. അപ്പു ഫോളോഡ് ഹെർ സിസ്റ്റർ. ഇവിടെ ശരിക്കും അപ്പു എന്ന് പറയുന്ന ആരാണ്, അപ്പു എന്ന് പറയുന്ന ഒരു ആൺകുട്ടിയാണ്. കാരണം ഈ ഒരു പേര് കണ്ടത് കൊണ്ടല്ല അപ്പു ആൺകുട്ടിയാണെന്ന് പറയാൻ കാരണം, നമ്മൾ രണ്ടാമത്തെ സെന്റൻസ് വായിച്ചപ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു, ഹി എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി അപ്പു ഒരു ആൺകുട്ടിയാണ്. സോ അപ്പു ഫോളോഡ് ഹെർ സിസ്റ്റർ എന്ന് പറയോ, ഇല്ല. നമ്മളുടെ ഓപ്ഷൻ എ, അതായത് അപ്പു ഫോളോഡ് ഹിസ് സിസ്റ്റർ. ഒന്നാമത്തെ എന്താ ആൻസർ, ഹിസ്. നമ്മുടെ ഹെയർ അല്ല വരേണ്ടത്, ഹിസ് ആണ് വരേണ്ടത്. ഇനി ഹിസ് സിസ്റ്റർ ഔട്ട് ടു വാഷ് ദ കൗ ബീങ് മിൽക്ക്ഡ് ആസ് സൂൺ ആസ് ഹി സ്റ്റെപ്ഡ്. ഇതാണോ സ്റ്റെപ്ഡിൻ്റെ സ്പെല്ലിംഗ്? ഒന്ന് നേരെ നോക്കിയേ. നമ്മുടെ ഈ ഒരു സ്റ്റെപ്ഡിൻ്റെ സ്പെല്ലിംഗ് ഇത് തന്നെയാണോ? നമ്മുടെ സ്റ്റെപ്ഡ് അതിൻ്റെ സ്പെല്ലിംഗ് എന്താ, STEPPED, സ്റ്റെപ്ഡ്. സോ നമുക്ക് എന്ത് കിട്ടി, രണ്ടാമത്തെ ആൻസറും കിട്ടി. ഇനി മൂന്നാമത്തെ എന്താ, ഇൻ ടു ദ ഔട്ടർ കോർട്ട്യാർഡ് ദുർഗ. ഒരു സിമ്പിളായിട്ടുള്ളൊരു ജനറൽ കോമൺ സെൻസ് ആണ്. പേര് എഴുതുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പേരൊക്കെ എഴുതുന്ന സമയത്ത് എന്താ ചെയ്യുക, നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാൻ. നമ്മൾ എന്ത് ചെയ്യണം, ദ നെയിം മസ്റ്റ് ബിഗിൻ വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം തുടങ്ങാൻ. അപ്പോൾ എന്ത് കിട്ടി, മൂന്നാമത്തതും കിട്ടി. നോക്കിയേ, ഹെയർ അല്ല വരേണ്ടത്, ഹിസ്സാണ്, സ്റ്റെപ്ഡ് ആണ്, അതിനുശേഷം എന്താ, ദുർഗയാണ്. പിന്നെ അടുത്തത് നോക്കി, ലാൻഡഡ് ഹിം ആൻഡ് സ്മാർട്ട് ബ്ലോ. ആൻ ആണോ വരിക, ആൻ ആണോ വരിക? എപ്പോഴാണ് നമ്മൾ ആൻ യൂസ് ചെയ്യുക, എപ്പോഴാണ് എ യൂസ് ചെയ്യുക? നമ്മൾ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞൊരു സെക്ഷൻ പഠിക്കുന്നുണ്ട്, എ, ആൻ, ദ. അതിൽ എ എന്ന് പറയുന്നത് എപ്പോൾ, ആൻ ഏതിൻ്റെ ഫ്രണ്ടിലാണ് യൂസ് ചെയ്യുക, വവ്വൽസിൻ്റെ ഫ്രണ്ടിൽ. എന്താ വവ്വൽസ് എന്ന് പറഞ്ഞാൽ, എ, ഇ, ഐ, ഒ, യു. ഇതാണ് നമ്മുടെ വവ്വൽസ്. ഇവിടെ എന്താ വന്നിട്ടുള്ളത്, ആൻഡ് സ്മാർട്ടാണ്. സോ നമ്മുടെ എന്താണ്, വവ്വൽസ് ആണോ വന്നത്? അല്ല. സോ എന്താ, എ. ക്ലിയർ ആയോ? അതായത് അപ്പു ഫോളോഡ് ഹെർ സിസ്റ്ററിന് പകരം അപ്പു ഫോളോഡ് ഹിസ് സിസ്റ്റർ ഔട്ട് ടു വാഷ് ദ കൗ ബീങ് മിൽക്ക്ഡ്. അതിനുശേഷം എന്താ വന്ന്, ആസ് സൂൺ ആസ് ഹി സ്റ്റെപ്ഡ്, സ്റ്റെപ്ഡിൻ്റെ സ്പെല്ലിംഗ്, ഇൻ ടു ദ ഔട്ടർ കോർട്ട്യാർഡ് ദുർഗ, ദുർഗ ക്യാപിറ്റൽ ലെറ്റർ, ലാൻഡ് ഹിം എ സ്മാർട്ട് ബോ ഓൺ ഹിസ് ബാക്ക്. ഇതാണ് നമ്മളുടെ ഓൺ എക്സാമിന് ചോദിച്ച 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയില്ലേ? നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നമുക്ക് എല്ലാവർക്കും ട്രിപ്പൊക്കെ പോകാൻ ഇഷ്ടമാണ്. ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ ഉള്ളത്. നോക്കിയേ, ഡ്യൂറിങ് ദ ട്രിപ്പ് വി വിസിറ്റ് മെനി ഹിസ്റ്റോറിക്കൽ പ്ലേസസ്. വൺ ഓഫ് ദ പ്ലേസ് വേർ എ മ്യൂസിയം where we learn about ancient civilization. It is very educational and we learned a lot. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു ട്രിപ്പ് പോവാൻ ഇഷ്ടമാണ്. ട്രിപ്പ് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ട്രിപ്പിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറയുക, ചരിത്രമൊക്കെ പറയുക, എങ്ങനെയായിരുന്നു, എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താ മാറ്റം വരുത്തേണ്ടത്, ഈ ഒരു ടെൻസ് ഇത് ഏത് ടെൻസിലായിരിക്കണം, ഇത് മുഴുവൻ വരേണ്ടത് പാസ്റ്റ് ടെൻസിലായിരിക്കണം. കാരണം ഓൾറെഡി നടന്നു പോയ കാര്യമാണ്, ഓൾറെഡി ഇറ്റ് ഹാഡ് ഹാപ്പൻഡ്. അപ്പോൾ എന്താ, ഡ്യൂറിങ് ദ ട്രിപ്പ് വി വിസിറ്റ് ആണോ വരിക? ഒന്നാമത്തെ അല്ല. നമ്മുടെ ആൻസർ എന്താ വരിക, വി വിസിറ്റഡ്. എന്താ വരിക, ഡ്യൂറിങ് ദ ട്രിപ്പ് വി വിസിറ്റഡ്.
ട്രിപ്പ് പോകുന്ന സമയത്ത് വിസിറ്റ് ചെയ്തിരുന്നു, വിസിറ്റഡ് മെനി ഹിസ്റ്റോറിക്കൽ പ്ലേസസ്. വൺ ഓഫ് ദ പ്ലേസസ് വേർ എ മ്യൂസിയം. നമ്മൾ വേറെ എപ്പോഴാണ് യൂസ് ചെയ്യുക? നമ്മൾ വാസിൻ്റെ നെക്സ്റ്റ് ഫോമാണ് എന്ത്? വേർ. വാസ് എന്ന് പറയുന്നത് സിംഗുലറും വേർ എന്ന് പറയുന്നത് പ്ലൂരലുമാണ്. നമ്മൾ നോക്കിയേ, വൺ ഓഫ് ദ പ്ലേസ് വേർ എ മ്യൂസിയം. വേർ എ മ്യൂസിയം എന്ന് പറയുമോ? ഇല്ല. എന്താ പറയുക? വൺ ഓഫ് ദ പ്ലേസ് വാസ്. സോ നമ്മുടെ രണ്ടാമത്തെ ആൻസർ എന്താ? വൺ ഓഫ് ദി പ്ലേസ് വാസ് എ മ്യൂസിയം വേർ വി ലേൺ. നോക്കിയേ, ലേൺ ആണോ വരിക? നമ്മൾ എന്താ പഠിച്ചത്? ഇതെല്ലാം പാസ്റ്റ് ടെൻസിലാണ്. നമ്മുടെ ഇവിടെ തന്നെ തന്നിട്ടുണ്ട് സെൻറ്റൻസിൽ, ലേൺഡ് ആണ് അവിടെ ഉള്ളത്. സോ ഇതിൻ്റെ ആൻസർ എന്താ വരിക? വേർ വി ലേൺഡ്. എന്താ ആൻസർ വരിക? വേർ വി ലേൺഡ് അബൌട്ട് ദ ആൻഷ്യന്റ് സിവിലൈസേഷൻ. ദെൻ അടുത്തത് നോക്കിയേ, ഇറ്റ് ഈസ് വെരി എഡ്യൂക്കേഷണൽ. കഴിഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ കാര്യം ഏതിലാ പറയുക? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞു പോയത് പാസ്റ്റിലായിട്ടുള്ള വാസ്. എന്താ വരിക? ഇറ്റ് വാസ് വെരി എഡ്യൂക്കേഷണൽ ആൻഡ് വി ലേൺഡ് എ ലോട്ട്. അത് കഴിഞ്ഞു പോയത് എന്താ? ഒരുപാട് പഴയൊരു വീഡിയോ അതായിരുന്നു. ഇറ്റ് വാസ് വെരി എഡ്യൂക്കേഷണൽ. എന്താ കഴിഞ്ഞു പോയത്? ഞങ്ങൾ ഹിസ്റ്ററിയെ പറ്റി പഠിച്ചതെല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇറ്റ് വാസ്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ എന്ത്? എഡിറ്റിംഗ് ദ പാസേജ്. നമ്മുടെ കുട്ടികൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലൊരു മിസ്റ്റേക്ക് ഇനി വരാനായിട്ട് പറ്റില്ല. സോ എന്ത് ചെയ്യാം? നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്തൊരു ക്ലാസ്, അതേപോലെ തന്നെ എഡിറ്റിംഗ്, ഡയറി, ലെറ്റർ റൈറ്റിംഗ്, ഗ്രാമറിൻ്റെ ഒരുപാട് പാർട്ടും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. സോ ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.